നയത്തിലുള്ളത് എന്ന് അത് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ ഭാവിയെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മളിന്ന് ദേശങ്ങളിൽ കണ്ണുനട്ടിരിക്കുന്ന അവസ്ഥയിൽ കുറേ കാലം പിന്നോട്ടേക്ക് ചിന്തിച്ചു നോക്കിയാൽ വിദേശത്തു നിന്നും ഭാരതത്തിൽ വന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ വെറുതെയെങ്കിലും ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ നാടിൻ്റെ വൈജ്ഞാനിക സമ്പത്ത് എത്രയാണ് എന്ന്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഭാരതം കണ്ട ഏറ്റവും വലിയ ജ്ഞാനഗുരുവായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഉദ്ധരിക്കുന്ന ഒരു മന്ത്രമുണ്ട്. മന്ത്രം എന്നാണ് ഞാൻ അതിനെ വിളിക്കുക. അത് ദക്ഷിണാമൂർത്തി സ്ഥലത്തിലെ ഒരു മന്ത്രമാണ്, ഒരു ശ്ലോകമാണ്. ലോകത്ത് സംസ്കാരങ്ങളെ കണ്ണു തുറക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പഠിപ്പിക്കുന്ന രീതിയെക്കുറിച്ചും നമുക്ക് ധാരണയുണ്ട്. എങ്ങനെയാണ്? പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ശ്ലോകത്തിൽ കാണുന്നത്. പൊതുവെ ഗുരുകുല വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് അറിയാം. അതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്കുണ്ട്. ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ഗുരു, ജടാവൽക്കൃതധാരിയായിട്ടുള്ള ഗുരു ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു. അതിന് തൊട്ടു താഴെ കുറേ ശിഷ്യന്മാരിരുന്ന് പഠിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ശ്ലോകത്തിൽ നേരെ മറിച്ചാണ് അവസ്ഥ. സ്വാമികൾ പറയുകയാണ്, ഇത്തരമൊരു ചിത്രം വരക്കുവാൻ, ഇത്തരമൊരു ചിന്ത ഉണ്ടാകുവാൻ ഭാരതത്തിന് കഴിഞ്ഞു എങ്കിൽ ആ ശ്ലോകം ഇതാണ്: ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ഗുരു ഇരിക്കുന്നുണ്ട്. പക്ഷേ ഗുരു യുവാവാണ്, വൃദ്ധനല്ല. ജടാവൽക്കൃതധാരിയായിട്ടുള്ള ഒരു ഗുരുവല്ല, യുവാവാണ്. താഴെ ഇരിക്കുന്ന ശിഷ്യന്മാരാകട്ടെ വൃദ്ധന്മാരാണ്. യുവാവായിട്ടുള്ള ഗുരുവിൽ നിന്നും വിദ്യ അഭ്യസിക്കുന്ന വൃദ്ധന്മാരായ ശിഷ്യന്മാർ. പക്ഷെ ഗുരു ഒന്നുമേ സംസാരിക്കുന്നില്ല. എന്നിട്ടും ശിഷ്യന്മാർക്ക് യാതൊരു സംശയവും ഉണ്ടാകുന്നില്ല. ഇതാണ് ചിത്രം. വൃക്ഷം വടതരോർ മൂലേ വൃദ്ധശിഷ്യ ഗുരുയുവകം ഗുരസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യസ്തു ചിന്ന സംശയം. എത്ര സങ്കീർണമായിട്ടുള്ള ഒരു അധ്യയനത്തിൻ്റെ ചിത്രമാണിത്. ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജയിച്ചതെന്ന് നമുക്കറിയില്ല. ഏത് കാലത്താണ് ഇത്തരമൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ അത്രയും പിറകിലുള്ള ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ വൈജ്ഞാനികമായ സമ്പത്ത് ഇവിടെ ഉൽപ്പാദിപ്പിച്ചത്, അത് വിതരണം ചെയ്തിട്ടുള്ളത്, അത് ഏറ്റെടുത്തത്. അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്നുകൊണ്ട് ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള കുട്ടികൾ, ഏറ്റവും ടാലൻ്റായിട്ടുള്ള കുട്ടികൾ വിദേശത്തേക്ക് കണ്ണു നട്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായതിൽ നമുക്കൊക്കെ പങ്കുണ്ട്. അത് തിരുത്താൻ നമ്മൾ തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ പറഞ്ഞു വിടുന്നതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇതൊരു നല്ല സായാഹ്നമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂലങ്കഷമായ ചർച്ചയൊന്നുമല്ല വേണ്ടത്. ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്തയിൽ നമ്മൾ ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഞാനത് പറയുമ്പോൾ നമുക്കറിയാം, എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പരിചയമുള്ള ഒരു കത്ത്, ഒരു ലെറ്ററുണ്ട്. ലോകത്തിൽ ഒരു കത്തിന് മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് പ്രസക്തിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് 1860 മുതൽ 65 വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൺ, മഹാനായിട്ടുള്ള അബ്രഹാം ലിങ്കൺ തൻ്റെ 1ാം ക്ലാസ് പഠിക്കുന്ന മകൻ്റെ ടീച്ചർക്ക്, അധ്യാപികക്ക് അയച്ച ഒരു കത്തിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, വിശദീകരിക്കുന്നില്ല. പക്ഷേ അതിൽ ഒരു കാര്യം നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ സമകാലിക അവസരത്തിൽ വളരെയേറെ പ്രസക്തമാണ് എന്ന് കരുതുന്നു.
എബ്രഹാം തൻ്റെ അധ്യാപികയോട് പറഞ്ഞത്, കത്തിലൂടെ പറഞ്ഞത്, എൻ്റെ മകനെ നിങ്ങൾ നന്നായി പഠിപ്പിക്കണം, നന്നായി ജയിപ്പിക്കണം എന്നൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എൻ്റെ കുട്ടിയെ ക്ലാസ് കയറ്റം നേടാൻ വേണ്ടിയിട്ട് ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പഠിപ്പിക്കണ്ട. പകരം ആ കുട്ടിക്ക് അവൻ്റെ ആത്മവിശ്വാസം, അവൻ്റെ സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അവനെ പഠിപ്പിക്കും. ഇതാ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കുട്ടികളെ, സ്വന്തം കുട്ടികളെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിൽ ചേർക്കുന്നു, ഏറ്റവും നല്ല ട്യൂഷൻ സെൻറ്ററിൽ പോയി ചേർക്കുന്നു, ഏറ്റവും നല്ല പഠനാവസരങ്ങൾ അവരുണ്ടാക്കി കൊടുക്കും, അവന് പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നു, അവനെല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അവന് സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമില്ല എങ്കിൽ അവൻ എങ്ങനെ പഠിക്കാൻ പറ്റും? അവൻ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും? ഈ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് എബ്രഹാം ലിങ്കൺ വളരെ ലളിതമായിട്ടുള്ളൊരു വാക്യത്തിലൂടെ അതാരോടെ പറഞ്ഞു കൊടുക്കുന്നത്? സ്വന്തം മകൻ്റെ അധ്യാപികയോട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ്റെ അധ്യാപികയോട് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കുകയല്ല, ഒരു ഉപദേശമല്ല, ഒരു നിർദ്ദേശം മാത്രമാണ്. ഇത് പറയുന്നത് അമേരിക്കയിൽ വെച്ചാണ്. അമേരിക്കയിൽ അതാണ് അതേ സന്ദർഭത്തിൽ തന്നെ ഈ ഒരു ആത്മവിശ്വാസം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി നമ്മൾ ഓർമ്മിക്കണം. എബ്രഹാം ലിങ്കൻ്റെ ഈ ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം കേവലം ഒരു നിർദ്ദേശമായിരുന്നില്ല. അദ്ദേഹം ജീവിച്ച അതേ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരു മഹാപ്രതിഭയുടെ ജീവിതം കൂടിയായിരുന്നു അത് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. അത് 1847 അമേരിക്കയിൽ ജനിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി തൻ്റെ 11ാമത്തെ വയസ്സിൽ പഠിത്തം അവസാനിപ്പിക്കുകയാണ്. ആ പഠിത്തം അവസാനിപ്പിക്കാനുള്ള കാരണം, ഒരു ദിവസം അവൻ സ്കൂളിൽ വിട്ടു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ആ കുട്ടിയുടെ ടീച്ചർ ഒരു കത്ത് കൊടുത്തു വിട്ടു. നമുക്ക് ഇതൊക്കെ നമുക്കറിയുന്ന കഥയാണ്, നിങ്ങളിതിനൊന്ന് കൂട്ടിയോജിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ കുട്ടിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിട്ടു ടീച്ചർ. അമ്മ വായിച്ചു നോക്കിയപ്പോൾ അമ്മ അത്ഭുതപ്പെട്ടു ആ കത്ത് കണ്ടപ്പോൾ. പക്ഷെ ആ കത്ത് കുട്ടിയെ വായിച്ച് കേൾപ്പിച്ചില്ല. പകരം ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നാളെ മുതൽ നീ സ്കൂളിലേക്ക് പോകണ്ട, നമുക്ക് ഇവിടുന്ന് പഠിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പോകാത്തത്? ടീച്ചർ വല്ലതും പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇല്ല മോനെ, എനിക്കൊരുപാട് കഴിവുകളുണ്ട്, എനിക്കൊരുപാട് ബുദ്ധിശക്തിയുണ്ട്, നിൻ്റെ അറിവിനും ബുദ്ധിക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ആ സ്കൂളിൽ എനിക്ക് ലഭിക്കില്ലായിരുന്നു. അത് ചെറിയ സ്കൂളാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ പഠിപ്പിക്കാം, ഇവിടെ നിന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അമ്മ കുട്ടിയെ പഠിപ്പിക്കുന്നു. സ്വയം പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ വിട്ടുകൊടുക്കുന്നു. കുട്ടി സ്വയം പഠിക്കുമ്പോൾ ഒരുപാട് സംശയം ഉണ്ടാകുന്നു. ആ സംശയങ്ങളൊക്കെ അമ്മയോട് ചോദിക്കുന്നു. അമ്മ കുറേയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് കാര്യം അമ്മ പറഞ്ഞു, സ്വയം നീ കണ്ടെത്താൻ വേണ്ടി പറയുന്നു, സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ കുട്ടി, ആ വിദ്യാർത്ഥി, 11ാം വയസ്സിൽ പഠനം നിർത്തിയിട്ടുള്ള വിദ്യാർത്ഥി സ്വയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, സ്വയം കണ്ടെത്താൻ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ വീട് ഒരു പരീക്ഷണശാലയായിട്ട് മാറും. ആ കുട്ടിയാണ് പിന്നീട് വലുതായിട്ട് ലോകത്തിലെ 1779 കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന കുട്ടി. തോമസ് ആൽവ എഡിസന് ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള പേറ്റൻറ്റ് വാങ്ങിയിട്ടുള്ള ആൾ. എന്താണ് അമ്മ ചെയ്തിട്ടുള്ള കാര്യം? അമ്മ ചെയ്തതെന്ത് മാത്രമേ ഉള്ളൂ, ആ കുട്ടിയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് എബ്രഹാം ലിങ്കൺ തോമസ് ആൽവ എഡിസന് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തം നടത്തിയിട്ട് ശാസ്ത്രജ്ഞനായിട്ട് അതിൻ്റെ പീക്ക് ടൈമിൽ എത്തി നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള അമ്മയുടെ പെട്ടി കണ്ടെത്തുകയും ആ പെട്ടിയിൽ വെച്ചിട്ട് അന്ന് ടീച്ചർ അയച്ചിട്ടുള്ള കത്ത് കാണുകയും ചെയ്യുന്നുണ്ട് യാദൃച്ഛികമായിട്ട്. ആ
ആ കത്ത് പക്ഷേ എഴുതിയിരിക്കുന്നത്, ആ ടീച്ചർ എഴുതിയിരിക്കുന്നത് അമ്മ അന്ന് പറഞ്ഞതുപോലെ ആയിരുന്നില്ല. പകരം ടീച്ചർ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ കുട്ടി പഠിത്തത്തിലും വളരെ പിന്നോക്കമാണ്, ഇതുപോലൊരു സ്കൂളിൽ ആ കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കത്ത് അയച്ചിട്ടുള്ളത്. അന്ന് ആ കത്ത് അതേ രൂപത്തിൽ ആ അമ്മ കുട്ടിയോട് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് തോമസ് ആൽവാ എഡിസൺ എന്നുള്ള ശാസ്ത്രത്തിന് കിട്ടില്ലായിരുന്നു. അതോടുകൂടി ആ കുട്ടിയുടെ ആത്മവിശ്വാസം മുഴുവൻ തകർന്നു പോകുമായിരുന്നു. ആ അമ്മ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ആ കുട്ടിക്ക് അവൻ്റെ സ്വയം ആത്മവിശ്വാസത്തിൽ അത് അവനൊരു കൈത്താങ്ങായിട്ട് മാറില്ല, അവൻ്റെ കഴിവിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. ഇത് മാത്രമേ ആ അമ്മ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഒരു വലിയൊരു ശാസ്ത്രജ്ഞനെ ലഭിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ എബ്രഹാം ലിങ്കൻ്റെ ആ ഒരു വാക്ക് ഓർമ്മിക്കുന്നത്. കുട്ടിക്ക് ഒരുപാട് പഠന സൗകര്യം ഉണ്ടാക്കി കൊടുക്കലല്ലോ, അവനെ ക്ലാസ് കയറ്റമായി കൊടുക്കലുമല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അവൻ്റെ കഴിവിൽ അവന് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കലാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. തൻ്റെ ഈ ഒരു അമ്മയെ പഠിപ്പിച്ച ഈ ഒരു പാഠം എഡിസന് പല ഘട്ടങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എഡിസൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നല്ലോ ഇലക്ട്രിക് ബൾബ്. നിങ്ങൾക്കറിയാം, വളരെ വർഷങ്ങൾക്ക് കൂടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഈ ഇലക്ട്രിക് ബൾബ് ഒരു പൊതുവേദിയിൽ അദ്ദേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ചുറ്റുപാടും എല്ലാവരും ആൾക്കാരുണ്ട്, പൊതുസമൂഹമുണ്ട്, ഒക്കെയുണ്ട്. ഈ ഒരു ഇലക്ട്രിക് ബൾബ് താൻ കണ്ടുപിടിച്ചിട്ടുള്ള അത്ഭുത വിളക്ക് തൻ്റെ സഹപ്രവർത്തകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ നിർഭാഗ്യവശാൽ ആ സഹപ്രവർത്തകൻ്റെ കയ്യിൽ നിന്നും ആ ബൾബ് താഴെ വീട് പൊട്ടിപ്പോയി. ആദ്യം ബൾബെ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അത് പൊട്ടിപ്പോയി. സഹപ്രവർത്തകൻ്റെ അശ്രദ്ധ മൂലം. ആ സമയത്ത് എല്ലാവരും ഈ സഹപ്രവർത്തനെ കുറ്റം പറഞ്ഞപ്പോൾ എഡിസൺ പറഞ്ഞു, നിങ്ങൾ അധികം കുറ്റം പറയേണ്ട ആവശ്യമില്ല, 2 ദിവസം കൊണ്ട് എനിക്ക് വീണ്ടും ഒരു ബൾബ് നിർമ്മിക്കാൻ പറ്റും, ഞാനത് ചെയ്യും, അതുപോലെ നിർമ്മിച്ചിട്ട് നിങ്ങളേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിൻവാങ്ങുന്നു. 2 ദിവസത്തെ പ്രയത്നശേഷം വീണ്ടും ഒരു ബൾബ് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം അതേ വേദിയിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് മുമ്പ് കയ്യിൽ നിന്ന് താഴെ വീട് പൊട്ടിച്ചിട്ടുള്ള അതേ സഹപ്രവർത്തകൻ്റെ കയ്യിൽ വീണ്ടും കൊടുത്തിട്ട് അദ്ദേഹം പ്രദർശിപ്പിച്ചു. വിജയകരമായി പ്രദർശിപ്പിച്ചു. അദ്ദേഹം പോയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, താങ്കളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്ന് താങ്കളുടെ സഹപ്രവർത്തകർ ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ താങ്കൾക്ക് വിഷമം തോന്നിയിട്ടില്ലേ, വീണ്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ എഡിസൺ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എനിക്ക് ഒരു ബൾബ് പൊട്ടിയാൽ അത് നിർമ്മിക്കാൻ 48 മണിക്കൂർ മതി, പക്ഷേ എൻ്റെ സഹപ്രവർത്തകൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ 48 വർഷമെടുത്താലും കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പ്രദർശിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരമൊരു ആത്മവിശ്വാസത്തിൻ്റെ, നമ്മുടെയൊക്കെ ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഇതുണ്ടാക്കിയെടുക്കലാണ് വിദ്യാഭ്യാസം, കാണാപ്പാഠം പഠിക്കലല്ല. അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം ഒക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അതിനുള്ള ഒരു ബദൽ മാർഗം എന്നുള്ള നിലയിലാണ് ഞാൻ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാണുന്നത്. ഞാൻ ഈ പറയുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി, നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കലാപരിപാടികളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നുമേ സംസാരിക്കുന്നില്ല. ഒരു കാര്യം കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മളിവിടെ ഒരു സാംസ്കാരിക പരിപാടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സാംസ്കാരിക പരിപാടി, സംസ്കാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാം എന്താണെന്ന്. വാസ്തവത്തിൽ എന്താണ് സംസ്കാരം എന്ന് ചോദിച്ചാൽ ഒരുപാട് അതിൻ്റെ ഒരുപാട് മറുപടികൾ, ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. കൾച്ചർ ഈസ് ദ ഫിൽട്രേഷൻ ഓഫ് മൈൻഡ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല നിർവചനം വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഴുത്തുകാരൻ സംസ്കാരം എന്ന വാക്കിന് കൊടുത്തിട്ടുള്ള ഒരു നിർവചനമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു നിർവചനം എങ്ങനെയാണ്, നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് ഒന്നുമേ പറയേണ്ട, പകരം നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇത് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളുടെ സംസ്കാരത്തെ വിലയിരുത്തിക്കൊള്ളാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മാനദണ്ഡം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് സാഹിത്യമാണ്.
പലപ്പോഴും ഈ സാഹിത്യം പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങളെന്തിനാണ് ഈ സാഹിത്യം പഠിക്കുന്നത്? ഒരു കവിത എന്തിനാണ് പഠിക്കുന്നത്? ഒരു കഥ എന്തിനാണ് പഠിക്കുന്നത്? ഒരു കണക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഉപകാരമുണ്ട് ജീവിതത്തിൽ, അല്ലേ? സയൻസ് പഠിച്ച ഉപകാരമുണ്ട്. പക്ഷെ കവിത എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചപ്പോൾ മിക്ക കുട്ടികൾക്കും അറിയില്ല എന്തിനാണ് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നല്ലാതെ അവർക്ക് അതിൻ്റെ ഉപകാരം എന്താണ് എന്ന് കിട്ടുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഈ കഥയാണ്, ഈ ഒരു സംഭവമാണ് കുട്ടിയോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. നമ്മുടെ വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുള്ള സംസ്കാരം എന്നുള്ള വാക്കിൻ്റെ നിർവചനം എന്താണ്? ഞാൻ നിർവചനത്തിൻ്റെ മാറ്റം വെച്ചുകൊണ്ട് ഒരു കവിതയെ ഒന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഒരു കവിതയിലൂടെ, ഒരു കഥയിലൂടെ എങ്ങനെയാണ് സംസ്കാരം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ആദിരാമായണം, വാൽമീകി മഹർഷിയുടെ രാമായണം എന്നുള്ള കഥ നിങ്ങൾക്കറിയാം. കഥയ്ക്ക് പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആത്യന്തികമായ രാമായണം എന്നുള്ള ആ കാവ്യം, ആദികാവ്യം 3 വംശങ്ങളുടെ കഥയാണ്. അതിലൊന്ന് രാമൻ്റെയും സീതയുടെയും ഒക്കെ മനുഷ്യവംശത്തിൻ്റെ കഥ. 2 ഹനുമാന്റെയും ബാലിയുടെയും സുഗ്രീവൻ്റെയും അടക്കമുള്ള വാനരവംശത്തിൻ്റെ കഥ. 3-മത്തത് വിഭീഷണൻ്റെയും അതുപോലെ തന്നെ കുംഭകർണൻ്റെയും രാവണൻ്റെയും അടക്കമുള്ള രാക്ഷസ വംശത്തിൻ്റെ കഥ. ഈ 3 വംശങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ വംശം ഏതാണ് എന്നാണ് വാൽമീകി അടിസ്ഥാനപരമായിട്ട് ഈ രാമായണത്തിലൂടെ അന്വേഷിച്ചിട്ടുള്ളത്. മാനദണ്ഡം ഏതാണ്? നിങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ഇതാണ് മാനദണ്ഡം. ഈ മാനദണ്ഡം പറഞ്ഞിട്ടുള്ളയാൾ വിക്ടർ ഹ്യൂഗോ ആണ്. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള, ഫ്രാൻസിൽ ജീവിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. നമുക്ക് ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് ഈ കൃതി ഒന്ന് പരിശോധിച്ചാൽ, രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ എന്താ ചെയ്തത്? സീതയെ അപഹരിച്ചു കൊണ്ടുപോയി, അല്ലേ? അത് രാക്ഷസ രാജാവിൻ്റെ കുലധർമ്മമാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളുടെ പെരുമാറ്റം വളരെ മോശമാണ്. ഇനി വാനരവംശത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, താര എന്നുള്ള സ്ത്രീ ഒരേ സമയം ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ഭാര്യയാവുന്നു. അവിടെ ഈ കുടുംബ സങ്കല്പത്തിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അതേസമയം ഒരു സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്ന് കാണിക്കുന്ന ഒട്ടനവധി ഉദാഹരണങ്ങൾ രാമായണത്തിലുണ്ട്. ഒരു ഉദാഹരണം മാത്രം സൂചിപ്പിക്കാം. രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം കാട്ടിലൂടെ രാമനും ലക്ഷ്മണനും കൂടി സീതയെ അന്വേഷിച്ച് പോകുന്നു. വഴിയിൽ വെച്ച് ഹനുമാനെ കണ്ടുമുട്ടുന്നു. ഹനുമാൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവർ കൂടിയാലോചന നടത്തിയിട്ട് സീതയെ അന്വേഷിച്ച് പോകുന്നു. ഇതിനിടയിൽ ഹനുമാന് വഴിയിൽ വെച്ചിട്ട് ഒരു ആഭരണ പൊതി കയ്യിൽ കിട്ടുന്നുണ്ട്. ഈ ആഭരണ പൊതി ഇദ്ദേഹം സുഗ്രീവനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ പറയുകയാണ്, ഈ കാട്ടിൽ എങ്ങനെയാണ് ഈ മനുഷ്യ സ്ത്രീയുടെ ആഭരണങ്ങൾ? രാമ നോക്കൂ, നിൻ്റെ പത്നിയുടേതാണോ നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാമൻ ഈ ആഭരണപ്പൊതി നോക്കിയപ്പോൾ അതിൽ വളയുണ്ട്, മാലയുണ്ട്, കമ്മലൊക്കെയുണ്ട്. ഇത് കണ്ടിട്ട് രാമന് ഉറപ്പാണ് ഇത് തൻ്റെ സീതയുടേതാണ്. പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല, കാടാണ്. അതുകൊണ്ട് ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണന് കൊടുക്കുന്നു, സഹോദരനായിട്ട് ലക്ഷ്മണന് കൊടുക്കുന്നത്. ലക്ഷ്മണൻ ഈ ആഭരണപ്പൊതി നോക്കിയപ്പോൾ അതിൽ വളയുണ്ട്, മാലയുണ്ട്, ഇതൊന്നും കണ്ടിട്ട് ലക്ഷ്മണന് മനസ്സിലാവുന്നില്ല. അവസാനം കയ്യിൽ തടഞ്ഞിട്ടുള്ളത് ഒരു നൂപുരമാണ്, പാദസരമാണ്. അത് കയ്യിൽ കിട്ടിയപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു, ലക്ഷ്മണൻ പറഞ്ഞു, ഇത് എനിക്ക് ഓർമ്മയുണ്ട്, ഇത് തൻ്റെ സീതാദേവിയുടേതാണ്, തൻ്റെ ജ്യേഷ്ഠത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ ചോദിച്ചു അത്ഭുതത്തോടെ, അതെന്താ ലക്ഷ്മണൻ നിനക്ക് ഈ വളയും മാലയും കണ്ടിട്ട് മനസ്സിലാകാതെ കേവലം നൂപുരം കണ്ടുകൊണ്ട് മാത്രം മനസ്സിലാവും ചോദിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, കുണ്ടലേ നൈവജാനാമി കങ്കണേ നൂപുരേ വൈവജാനാമി നിത്യം പാദാഭിവന്ദന. ഇതാണ് മറുപടി. കയ്യിലണിയുന്ന കങ്കണങ്ങൾ എനിക്കറിയില്ല, കാതിലണിയുന്ന കുണ്ടലങ്ങൾ എനിക്കറിയില്ല, പക്ഷേ കാലിലണിയുന്ന പാദസരം ഞാൻ അറിയും. കാരണം സീതാദേവിയുടെ പാദങ്ങളിൽ ഞാൻ നിത്യം നമസ്കരിക്കാറുണ്ട്. ഇതാണ് പറഞ്ഞ മറുപടി. ഇതിലൊരു വ്യംഗ്യാർത്ഥമുണ്ട്, ഒരു വ്യഞ്ജനയുണ്ട്. ഇതാണത്. ഈ കൃതി രചിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠത്തിയുടെ കാൽപാദങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സഹോദരനെ
സൃഷ്ടിക്കുവാൻ ഒരു കവിക്ക് കഴിഞ്ഞുവെങ്കിൽ ആ കവി മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക മൂല്യം എന്താണ്? ആ കവിത മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക മൂല്യം എന്താണ്? ഇതല്ലേ സംസ്കാരം എന്ന് പറയുന്നത്? ഇതല്ലേ സംസ്കാരം? അപ്പോൾ ഒരു കവിത വായിച്ചിട്ട്, ഒരു കഥ വായിച്ചിട്ട് എങ്ങനെ എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്ന കുട്ടിയോട് ഞാൻ പറയുന്നത് ഇതാണ് പ്രയോജനം. നല്ല മനുഷ്യരാകുക, നമ്മുടെ ഹൃദയം വിമലീകരിക്കുക, ശുദ്ധീകരിക്കുക. ഇതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാഹിത്യ പഠനം വിദ്യാഭ്യാസ പഠനത്തിൻ്റെ ഭാഗമാകാൻ കാരണം എന്താണ്? ഈ ഒരു മനഃശുദ്ധീകരണമാണ്. ഇക്കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും സാർവലൗകികമായിട്ടുള്ള മൂല്യങ്ങളെക്കുറിച്ചിട്ടുള്ള അനേകം ദർശനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ ഇത്തരം വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടോർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for imparting such words of wisdom. I request our chairman, Balakrishnan sir, accompanied by manager Satish Chandran sir, principal Lata Dandakumar ma'am, and PTA secretary Amiruddin sir to honor him with a memento.